ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഗ്രഷൻ ഇക്വേഷൻ ആണ്. ലാസ്റ്റ് മിനിറ്റ് എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് പെട്ടെന്ന് നോക്കാനും എന്നാൽ അത്രയ്ക്ക് എന്താ പറയുക നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് റിഗ്രഷൻ. നമുക്ക് ഒന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ നോക്കാനും കഴിയും. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇത് എസ്സേക്ക് ആയിരിക്കും മിക്കവാറും ചോദിക്കുക. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാമിന് ഒരു ഇയറിൽ കോറിലേഷൻ ചോദിച്ചാൽ അടുത്ത വർഷം റിഗ്രഷനാണ് ചോദിക്കുക. ഈ രീതിയിലും പോവും, ചിലപ്പോൾ റിഗ്രഷൻ തന്നെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള LRPOTൻ്റെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുന്നത്. റിഗ്രഷൻ ഇക്വേഷൻ ആണ്, കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ദ 2 റിഗ്രഷൻ ഇക്വേഷൻസ്. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് എക്സും തന്നിട്ടുണ്ട്, വൈയും തന്നിട്ടുണ്ട്. 2 റിഗ്രഷൻ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എക്സ് ഓൺ വൈയും കണ്ടുപിടിക്കണം, വൈ ഓൺ എക്സും കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വീഡിയോ പോകുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് കോളംസ് നമ്മൾ ഫോം ചെയ്യണം. എക്സ് വാല്യൂ, എക്സ് മൈനസ് എക്സ് ബാർ എന്താണെന്ന് നിങ്ങൾക്കറിയാം, മീനാണ്. പിന്നെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം. അപ്പോൾ എക്സിൻ്റെ 3 കോളമാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഒന്നാമത്തെ കോളം എക്സ് വാല്യൂസ് എഴുതുക, രണ്ടാമത്തെ കോളത്തിൽ എക്സ് മൈനസ് എക്സ് ബാർ, മൂന്നാമത്തെ കോളത്തിൽ എക്സ് സ്ക്വയർ. ഇതേ രീതിക്ക് വൈ കോളം വേണം വൈ വാല്യൂസ് എഴുതാൻ. വൈ മൈനസ് വൈ ബാർ എന്ന് പറഞ്ഞിട്ടൊരു കോളം വേണം. പിന്നെ വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം നമുക്ക് വേണം. പിന്നെ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം. ഈ രീതിക്ക് 7 കോളംസ് ആണ് നമ്മൾ ഫോം ചെയ്യേണ്ടത്. എക്സ് വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട് 6, 2, 10, 4, 8. അത് അങ്ങനെ തന്നെ എടുത്തെഴുതുക. എന്നിട്ട് നമ്മൾ മീൻ കാണാൻ വേണ്ടി എക്സിനെ ടോട്ടൽ ചെയ്തിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മീൻ കിട്ടും. ആ മീനിനെ നമ്മൾ എക്സ് വാല്യൂസ് എന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു എക്സ് വാല്യൂ കിട്ടും. 0, -4, +4, -2, +2. ഈ രീതിക്ക് പുതിയ എക്സ് വാല്യൂ നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് ആ എക്സ്, അതായത് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എക്സിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൽ എഴുതേണ്ടത്. അവിടെ 0ൻ്റെ സ്ക്വയർ 0, -4ന് സ്ക്വയർ ചെയ്യുമ്പോൾ 16 ആവും. എന്താ പറയുക, ചിഹ്നം പോവും. മൈനസിന് സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആവും. 4ന് അടുത്തത് 4 ആണ്. 4ന് സ്ക്വയർ ചെയ്യുമ്പോൾ 16. പിന്നെ 2 വരുന്നുണ്ട്. 2ന് സ്ക്വയർ ചെയ്യുമ്പോൾ 4, 2ന് സ്ക്വയർ ചെയ്യുമ്പോൾ 4. ഈ രീതിക്ക് എക്സ് സ്ക്വയറിൻ്റെ കോളത്തിലെ നമ്പേഴ്സ് എഴുതുക, അതിൻ്റെ ടോട്ടൽ എഴുതി വെക്കുക. ഇനി നമ്മൾ വൈ വാല്യൂസിലേക്ക് പോവുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വൈ വാല്യൂ 9, 11, 5, 8, 7 അതെടുത്ത് എഴുതുക. പിന്നെ വൈ മൈനസ് വൈ ബാർ ആണ്. വൈ ബാർ എന്ന് പറയുന്നത് മീൻ ആദ്യം കാണണം. 40 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. അത് 9 കുറച്ചാൽ 1 കിട്ടും. 11 കുറയ്ക്കുമ്പോൾ 3, 5 കുറയ്ക്കുമ്പോൾ -3. ആ രീതിക്ക് പുതിയ വൈ വാല്യൂ ഉണ്ടാക്കുക. ആ വൈ വാല്യൂ നമുക്കിപ്പം കിട്ടിയിട്ടുള്ള വൈ വാല്യൂ ഉണ്ടല്ലോ 1, 3, -3, 0, 1. അതിനെ സ്ക്വയർ ചെയ്തിട്ടാണ് നമ്മൾ വൈ സ്ക്വയർ എഴുതേണ്ടത്. 1, 3നെ സ്ക്വയർ ചെയ്യുമ്പോൾ 9, 0ന് സ്ക്വയർ ചെയ്താൽ 0 തന്നെ, 1ന് സ്ക്വയർ ചെയ്താൽ 1. ഈ രീതിയിൽ നമ്മൾ വൈ സ്ക്വയറിൻ്റെ വാല്യൂ എഴുതും. ലാസ്റ്റ് കോളായിട്ട് നമ്മൾ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കോളം ഉണ്ടാക്കും. നമ്മൾ എക്സ് വൈ കോളത്തിൽ എഴുതേണ്ടത് നമ്മുടെ പുതിയ എക്സ് വാല്യൂ, പുതിയ വൈ വാല്യൂ, അതിനെയാണ് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത്. അതായത് പുതിയ എക്സ് വാല്യൂ 0 ആണ്, വൈ വാല്യൂ 1 ആണ് ഫസ്റ്റ് റോലെ. അപ്പോൾ 0 × 1 0. അടുത്ത ലൈനിലേക്ക് നോക്കൂ. രണ്ടാമത്തെ പുതിയ എക്സ് വാല്യൂ 4 ആണ്, വൈ വാല്യൂ 9 ആണ്. 4 × 9. ആ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ എഴുതി പോവുക. എക്സ് വൈ എന്ന് പറയുമ്പോൾ നമ്മൾ ആ രീതിയിൽ എഴുതുക. ആ രീതിയിൽ നിങ്ങൾ എന്ത് ഫോം ചെയ്യുക? എക്സ് വൈ എന്നുള്ള ഒരു കോളം ഫോം ചെയ്യുക. ഇപ്പം നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ഉണ്ടാക്കി, എക്സ് വൈ ഉണ്ടാക്കി, എക്സ് സ്ക്വയർ ഉണ്ടാക്കി, വൈ സ്ക്വയർ ഉണ്ടാക്കി. ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? റിഗ്രഷൻ ഇക്വേഷൻ എന്നുള്ള പാർട്ടിലേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്തിനീ ചെയ്യാൻ പോകുന്നത്? റിഗ്രഷൻ ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എക്സ് ഓൺ വൈ എന്നുള്ള ഇക്വേഷനും പിന്നെ നമ്മൾ വൈ ഓൺ എക്സിലുള്ള ഇക്വേഷനാണ് ഉണ്ടാക്കുന്നത്. കാരണം ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 2 റിഗ്രഷൻ ഇക്വേഷൻസ് ഉണ്ടാക്കണം എന്ന്. ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ദ 2 റിഗ്രഷൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയും ഏതാണ് ഉണ്ടാക്കേണ്ടത്, അതായത് എക്സ് ഓൺ വൈ ആണോ വേണ്ടത്, വൈ ഓൺ എക്സ് ആണോ വേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പറയും. അങ്ങനെ എടുത്തു പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ അത് മാത്രം ചെയ്താൽ മതി, പറയാത്ത ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ രണ്ടും ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ രണ്ടും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് ബാർ എങ്ങനെയാണ് ചെയ്തതെന്നും വൈ ബാർ എങ്ങനെയാണ് ചെയ്തതെന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്. എക്സ് ബാർ ചെയ്യുന്നത് എക്സിൻ്റെ ടോട്ടൽ 30 ആണ്, നമ്പർ 5 ആണ്. അപ്പോഴാണ് നമുക്ക് എക്സ് ബാർ 6 കിട്ടുന്നത്. ഈ 6 ആണ് നമ്മൾ എക്സ് വാല്യൂസ് എന്നൊക്കെ ലെസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ നമുക്ക് വൈ ബാർ കിട്ടിയത് 40/5 8. ഇത് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു നോട്ട് പോലെയാണ്. ഇനി ഇക്വേഷൻസ് നോക്കൂ. ആദ്യം തന്നെ ഇതിനകത്ത് ഫോം ചെയ്യുന്നത് റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ ആണ്. എക്സ് ഓൺ വൈയും പിന്നെ രണ്ടാമത് വൈ ഓൺ എക്സുമാണ്. സോ എക്സ് ഓൺ വൈൻ്റെ ഇക്വേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എക്സ് ബൈ സിഗ്മ വൈ ബ്രാക്കറ്റിൽ വൈ മൈനസ് വൈ ബാർ. ഇതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് കൊടുക്കാം. എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് 6 ആണ്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതുക. ഈക്വൽ ടു മൈനസ് 1.3 ആ സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ നമുക്കറിയാം എത്രയാണ് എക്സിൻ്റെയും വൈൻ്റെയും ടോട്ടൽ എന്ന്, അത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്ന് പറയുന്നത് 8 ആണെന്ന് നമ്മൾ മേലെ കണ്ടിട്ടുണ്ട്. ആ 8 ഈക്വൽ ടു വീണ്ടും വരുന്നത് മൈനസ് 1.3 വൈ പ്ലസ് 10.4. സോ എക്സ് ഇസ് ഈക്വൽ ടു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാണ്. 1.3 വൈ പ്ലസ് 10.4 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 16.4 മൈനസ് 1.3 വൈ. ഇതാണ് എക്സ് ഓൺ വൈൻ്റെ റിഗ്രഷൻ ഇക്വേഷൻ കിട്ടുന്നത്. കാൽക്കുലേഷൻസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഇക്വേഷൻ വൈ ഓൺ എക്സ്, നേരത്തെ എക്സ് മൈനസ് എക്സ് ബാർ ആണ് ആദ്യം എഴുതിയെങ്കിൽ ഇവിടെ നമ്മൾ എഴുതേണ്ടത് വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ആർ സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഈ രീതിയിലാണ് ആർ സിഗ്മ വൈ ബൈ സിഗ്മ എക്സ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതിൻ്റെ ഇക്വേഷനാണ് സൈഡിൽ എഴുതിയത്. സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് അതായത് സം എക്സ് വൈ ഡിവൈഡഡ് ബൈ സം എക്സ് സ്ക്വയർ ചെയ്ത് കിട്ടുന്ന ആൻസറാണ് എന്ത് 0.65. അതാണ് ഈ ആർ സിഗ്മ എക്സ്, ഈ ഒരു ഡീവിയേഷൻ വൈ ബൈ ഡീവിയേഷൻ എക്സ് എന്നുള്ള സംഭവം. ഇനി ഇക്വേഷനിലേക്ക് വരുമ്പോൾ വൈ മൈനസ് 8 ഇസ് ഈക്വൽ ടു ആ ആൻസർ നമ്മൾ സൈഡിൽ കണ്ടു മൈനസ് 0.65 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് 6 ആണ്. അത് എഴുതി അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസറാണ് 11.9 മൈനസ് 0.65 എക്സ് എന്ന് പറയുന്നത്. അതായത് വൈ ഇസ് ഈക്വൽ ടു മൈനസ് 0.65 എക്സ് പ്ലസ് 11.9 ആയിരുന്നു. അതിനെ റീഅറേഞ്ച് ചെയ്യുക, അപ്പം കിട്ടുന്ന ആൻസറാണിത്. റിലേഷനാണോ റിഗ്രഷനാണോ ചോദിക്കാൻ നമുക്കറിയില്ല. രണ്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടും എസ്ഐക്കോ 3 വെയിറ്റേജിനോ ഒക്കെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ മിസ് ചെയ്യരുത്, റിഗ്രഷൻ നോക്കിയിട്ട് പോവുക. ഇപ്പം നമ്മളിത് വെച്ച് പറഞ്ഞത് വെച്ചിട്ട് ടെക്സ്റ്റിലുള്ള വേറെ പ്രോബ്ലംസും കൂടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ എന്താ പറയുക, നമ്മൾ ഒരുപാട് ടെൻഷനൊന്നും അടിച്ചിട്ട് എക്സാമിനെ അപ്പിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈസി ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുന്നത് പോലെ തിയറീസോ പ്രോബ്ലംസോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല കൂളായിട്ട് തന്നെ എക്സാം എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുക. തിയറി പോർഷൻസും കൂടെ ഒന്ന് എന്താ പറയുക, പ്രോബ്ലം പഠിച്ച് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ തിയറീസും മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോവുക. ഒന്നുപോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. എക്സാമിൻ്റെ മുന്നേ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് തീർക്കാം. ഇനി നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വരുന്നുണ്ട്, അതിൻ്റെ വീഡിയോസ് ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടില്ലെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. താങ്ക്സ് ഫോർ വാച്ചിങ്.